ഗായ്സ് പുതിയൊടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഞാനും നമ്മുടെ പുളിച്ചാടി ഇതാ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പുളിച്ചാടിയും തമ്മിലുള്ള വീഡിയോ നമ്മളൊരു ഓട്ടോറിക്ഷയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം ആ വീഡിയോ നല്ല രീതിക്ക് വൈറലായിപ്പോയി. അപ്പം എന്താ ഇന്നലെ അല്ല, ഏപ്രിൽ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലത്ത് പേതടാ പാലോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. അത് ഏപ്രിൽ 1-ാം തീയതി. അത് ഞാൻ വിചാരിച്ചു എൻ്റെ പറ്റിക്കാൻ വേണ്ടി ആരെ പണി തരുകയാണെന്ന്. പക്ഷേ അല്ല, ഒറിജിനലായിട്ട് അവിടെ നിന്ന് വിളിച്ചതാണ്. ആ ഓട്ടോക്കാരൻ അവിടെ കൊണ്ട് കേസ് കൊടുത്ത്. എന്തിനാണ് കേസ് കൊടുത്തതെന്ന് അറിയാമേ? വണ്ടി തട്ടിയതിനാണ് അല്ലെങ്കിൽ സംസാരം ആയതിനാണ്. പുള്ളിയാണ് ആദ്യം നമ്മളെ പിടിച്ച് ഹെൽമെറ്റിൻ്റെ സ്റ്റാപ്പിലൊക്കെ പിടിച്ച് വലിച്ചത് കേട്ടോ. അതിനുശേഷം സ്റ്റാപ്പിൽ നിന്ന് വിടാനായിട്ട് നമ്മളെ പുള്ളിയെ പിടിച്ച് തള്ളിയതാണ്. അപ്പം ആ ഒരു ഷോക്കിൽ ആരായാലും റിയാക്ട് ചെയ്തു. നമ്മളെന്ന് വെച്ചാൽ ഒരു നിമിഷം സ്വർഗം കണ്ടെന്ന് വീഴ്ചയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂളായിട്ടേക്ക് നമുക്ക് പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അപ്പം ആ ഒരു ഷോക്കിൽ നമ്മൾ റിയാക്ട് ചെയ്തതാണ്. അപ്പം എന്ത് പ്രശ്നമുണ്ട് അറിയത്തില്ല. പൈസന് മൂത്ത ഒരാളാണ്. അപ്പം നമ്മളെ കൈവിട്ട് പോയി ആ സമയത്തല്ലേ. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു ഷോക്കിൽ നമ്മളിങ്ങനെ ചെയ്തു പോയതാണ്. അപ്പം എന്താണ് പ്രശ്നമെന്ന് അറിയാനായിട്ട് അപ്പം ഇന്ന് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ അകത്തൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പറ്റുമെങ്കിൽ അതിൻ്റെ വോയിസ് ക്ലിപ്പ് നമുക്കിന്ന് ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഏത് തരത്തിലാണ് അവർ കേസ് കൊടുത്തതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ പാലോട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മിക്കവാറും കൊണ്ട് തിരിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിട്ട് സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ കയ്യിലിപ്പോൾ തെളിവുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാതെ പോയ വിഷ്വൽസ്, ഞാൻ വണ്ടി ഇടിക്കുന്ന ആ ഒരു വിഷ്വൽസ് നമുക്ക് കിട്ടിയില്ല. എനിക്കിപ്പോൾ ക്യാമറ ഫുൾ ടൈം ഓണാക്കി വയ്ക്കാൻ പറ്റത്തില്ല, ക്യാമറയുടെ ബാറ്ററിക്ക് തീർത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓണാക്കും, അതിനുശേഷം ഓഫ് ആകും. അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലാതെ ഇടിക്കുന്ന വിഷ്വൽസ് മനഃപൂർവ്വം ഞാൻ ആഡ് ചെയ്യാത്തതല്ല കേട്ടോ. അത് ഇടിക്കുന്ന വിഷ്വൽസ് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിയണം. സത്യം പറഞ്ഞാൽ അതാ ഈ ഒരു വളവ്, ഞാൻ വളവ് എത്തിയിട്ട് കാണിച്ചു തരാം. ആ കാണുന്നതാണ് വളവ് കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ വളഞ്ഞു പോയപ്പോൾ പുള്ളിക്കാരൻ എന്താ കറക്റ്റ് ഇവിടെ നിൽക്കുന്നത്. ഈ വൈറ്റ് ലൈൻ്റെ ഇപ്പുറത്തായിട്ടാണ് പുള്ളിക്കാരൻ നിന്നത്. ഇവിടെ CCTV ക്യാമറയിലും ഉണ്ടാകുന്ന നോക്കാനായിട്ട് ഞാൻ ഇപ്പോൾ വന്നു കേട്ടോ. അയ്യോ, അത് അങ്ങോട്ടാ ക്യാമറ. ഒരു ക്യാമറ ഉണ്ടോ? ഒരു ക്യാമറ ഉണ്ട്. യെസ്, ആ വീട്ടിലൊരു ക്യാമറ ഉണ്ട് കേട്ടോ. കിട്ടുമല്ലേ നമുക്ക് സംസാരിച്ച് നോക്കാം. എവിടെ പോവാ വീട്ടുകാർ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ ഈ വളവിൽ ഞാൻ ഇങ്ങനെ വരാൻ നേരത്ത് ആ സൈഡിൽ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അപ്പം വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ആ ഒരു വൈറ്റ് ലൈൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ബ്രേക്ക് കുടിക്കാൻ തുടങ്ങിയാണ്. ഞാൻ അങ്ങോട്ട് ഇട്ടിച്ച് അതുവഴി പോകാനായിട്ടാണ് അങ്ങനെ പോയത്. അതുകൊണ്ടാണ് അവിടം വരെ വണ്ടി പോയത്. ഞാൻ ഇതുവഴി തന്നെ പോകാൻ നിന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ കയറി ഒന്ന് ചോദിച്ചു നോക്കാം, ക്യാമറ വിഷ്വൽസ് ഒന്ന് കിട്ടുമല്ലേ നോക്കാം. ഉറപ്പ് വെച്ച് നമ്മളത് കണ്ട വീഡിയോ നമ്മൾ കണ്ട് കറക്റ്റാ കണ്ടു. അവൻ്റെ സൈഡ് വരാൻ വേണ്ടി അവിടെ നിന്ന് തിരിച്ചിപ്പുറത്ത് ക്രാസ് ചെയ്തു. നിങ്ങൾ വന്ന് ഇത്തിരി കൊടുത്ത് ബാക്കി കറക്റ്റാ കണ്ടത്. ആട്ടോ ഇപ്പുറത്ത് കിടന്ന വണ്ടി അവൻ തിരിച്ച് അവൻ സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി തിരിഞ്ഞ് വന്നതാണ്. പക്ഷേ സ്പീഡ് ഇത്തിരി കൂടുതലായിരുന്നോണ്ട് നിങ്ങൾ അതിൻ്റെ ബാക്കി നോർമൽ സ്പീഡായിരുന്നു. എനിക്ക് ഓപ്പറേറ്റ് എനിക്ക് അറിയില്ല. അതാ അത്ര ആകുമ്പോൾ ഈ വളവിലൊക്കെ നമ്മളൊരു 100 സ്പീഡൊക്കെ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ നിൽക്കുമെന്ന്. അന്ന് വന്നപ്പോൾ ഓട്ടോ ആയിട്ട് പ്രശ്നം ഉണ്ടായില്ലായിരുന്നാ? അത് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരൻ നമുക്കെതിരെ കേസ് കൊടുത്തേക്കിട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിഷ്വൽസ് കിട്ടാനായിട്ട് അവിടെ ക്യാമറ ഉണ്ട്, അത് തപ്പി ഇറങ്ങിയതാ. ആ വളവിലായിരുന്നു സംഭവം. അത് കേട്ട് അപ്പം അങ്ങനെ അത് ക്യാമറ വിഷ്വൽസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നതാ. ഇപ്പൊ സ്റ്റേഷനിൽ പോണം ഇനിയിപ്പോ. എവിടെ പോണ്? ഓക്കെ ശരി. അല്ലേ, ഒരു നിമിഷം നരകത്തിൽ പോയിട്ടാണ് കേട്ടോ വന്നത്. അയ്യോ, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ചേട്ടാ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ സമയത്ത് അങ്ങ് പേടിച്ച് ഇതായി. ആവേശം കൊണ്ടല്ലേ പുള്ളി നല്ല രീതിയിൽ തെറി വിളിച്ചു. നമ്മള് വേറെ കാര്യം നിന്റെ അച്ഛനെയൊക്കെ ആലോചിച്ച് നോക്ക്. അവരെ അത്രമാത്രം വിവരം ഉണ്ടാവണമെന്നില്ല. മനസ്സിലായി. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പയ്യന്മാർ. അതാണ് കാര്യം. അതങ്ങനെയൊക്കെ വേണം. അത് നിങ്ങളെ ഭാവിക്കാതെ നല്ലതായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. അല്ല, പറഞ്ഞത് ശരിയാണ്. പക്ഷെ
ആര് നിങ്ങളുടെ ഓഡിയൻസ് ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഈ നമ്പറിൽ അതല്ല ആ വണ്ടി തട്ടി ഓക്കെ മോനെ പറ്റിപ്പോയി വളവിൽ തിരിച്ച് പറ്റിപ്പോയെന്ന് പറയുന്നത് ഇതങ്ങനെയല്ല. നീ എവിടെ വണ്ടി ഓടിക്കുന്നത്? അവന്റെ ഭാഗത്താണ് ന്യായം അവൻ കണ്ടു, നിങ്ങളുടെ ഭാഗത്ത് ന്യായം നിങ്ങൾ കണ്ടു, അതാണ് പറ്റിയത്. കോമൺ ന്യായമല്ല ഇവിടെ. അല്ല, നമ്മളെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മൾ സമ്മതിച്ചേനാ. ഇവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനുള്ള അവസരം കിട്ടില്ല. അവൻ ലമ്പ് ടക്കന, അവന് ടക്കന ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രാസ് ചെയ്യണമെങ്കിൽ സ്വന്തം വിഷമമുള്ള. അല്ല, ഈ വളവിലിട്ട് വളച്ചൂടാമോ? വളവിലിട്ടാണ് ആട്ടോ തിരിക്കുന്നത്. ഈ സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ അതിൽ കൂടെ ഓവർടേക്ക് പോലും ചെയ്തുകൂടാ. ഇപ്പുറത്തെ സൈഡിലാണ് ആട്ടോ കിടന്നത്, നമ്മളെ ലൈനിലാണ് ആട്ടോ കിടന്നത്. നമുക്കൊന്ന് വെട്ടിച്ച് സൈഡിൽ കൂടെ പോകാൻ പോലും ഗ്യാപ്പില്ലായിരുന്നു. അവന് തിരിച്ചു പോകണം. അവൻ നീ പറയണ ജോലായിരിക്കണം അവന്റെ വീട്. ഏതാ ജോ ഇവിടുന്ന് ആ മോളിലിരിക്കുന്ന ഓട്ട വീടാണ് അവന്റെ വീട്. ഇവിടെയാണ് അവന്റെ വീട്. അത് പറഞ്ഞു അല്ല എന്നും പറഞ്ഞ് വളയ്ക്കാന്നാണ്. സൈഡെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ വിഷ്വൽസ് കിട്ടിയിട്ടില്ല കേട്ടാ. ഈ അപ്പൂവും മാത്രമേ ഇവിടെ ഉള്ളു. അപ്പൂവും പറഞ്ഞെല്ലാം കാര്യം ഇതൊക്കെ തന്നെ അല്ലയാ. ജസ്റ്റ് മിസ്സായിരുന്നു. ഇതിൻ്റെ വീട്ടുകാർ നമ്മൾ ഈ തിരിച്ച് യൂട്ട എടുക്കുന്ന സമയത്ത് അവർ കാർ കയറി പോയതാണ്. ഹോസ്പിറ്റൽ കേസ് എന്തോന്നായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ശരി പോവാ. അപ്പം സെറ്റ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാൻ അത്യാവശ്യമാണെങ്കിൽ വന്നാൽ സാധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് ചെല്ലാം. വയസ്സപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഗോപ്രയൊക്കെ ഒരു ബാൻഡകത്ത് വയ്ക്കിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ അടിക്കാൻ പറ്റി അടിച്ചു തരണം. ആട്ടോയിൽ ഇടിച്ചിട്ട് നീ കരാമ്പറപ്പ് കാണിച്ചിട്ട് നീ വീഡിയോ എടുത്തിട്ട് അപകീർത്തിപ്പെടുത്തി. നിന്റെ പാട്ടാണ്. അല്ലല്ല ആട്ടോ അവന്റെ സൈഡിൽ തന്നെ കിടക്കണം. അല്ല ആട്ടോ അവിടെ തിരിക്കുകയായിരുന്നു. എന്നിട്ട് ആട്ടോ എടുത്ത് മാറ്റി വെച്ചതാണ്. അങ്ങനെ കൂടെ 2 ദിവസം മാറ്റി നമ്മൾ ചടയാൻ ആള് പറഞ്ഞു, ആള് സാക്ഷികളുണ്ട്. CCTV വീഡിയോ ആണെങ്കിൽ എടുത്തോണ്ട് വരാം സാർ. നീ എന്നിട്ട് ആ ഇടിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലാതെ അല്ലെ അത് വേണമെങ്കിൽ എടുത്തോണ്ട് വരാം ഞാൻ. അതൊക്കെ കൊണ്ടുവന്നില്ലേ? അവിടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവിടെ ആളില്ലെന്ന്. ഞാൻ ചടയാൻ പുള്ളി ഇടിച്ചെന്ന് ഈ പ്രശ്നമായിട്ട് പുള്ളി പോയപ്പോ അപ്പൊ എവിടെ പോകണം നമ്മളിങ്ങനെ ചോദിച്ചു. അപ്പൊ നമ്മളെ മണ്ടയിൽ കുറ്റം ചേർക്കാൻ നോക്കി. അവിടെ നിന്ന് കണ്ടുവരെല്ലാം വന്നിട്ട് പറഞ്ഞു നമ്മള് കണ്ടോടാ പുള്ളി ഇവിടെ ഉള്ളതാ, അതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അല്ല അവിടെ നിന്ന് ഒറ്റ ആൾക്കാർ പറഞ്ഞിട്ടില്ല. പുള്ളി ആ വീഡിയോക്കത്തുണ്ട്. പുള്ളിയെ പറ്റി നമ്മള് കണ്ടോണ്ട് നിന്നേ നിങ്ങൾ പൊക്ക, പുള്ളി ഇവിടെ ഉള്ള നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. നമുക്കിപ്പോൾ നിങ്ങളെ വീട്ടുകാർ ആവശ്യത്തിന് നിങ്ങൾക്ക് ബൈക്ക് നിങ്ങളെ പൈസ ഒന്നും അല്ലല്ലോ. വീട്ടുകാർ പൈസ വൈഫും കൊച്ചായി എന്നെ ഒതുങ്ങി കഴിയുന്ന നീ എന്താ നമ്പർ സാർ. നമ്പർ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ മാറ്റം പറഞ്ഞേ. ഇല്ല സാർ, ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തില്ല. ഞാൻ പയ്യെ ഒരു ഒതുങ്ങിയാണ് പോയത്. ഞാൻ അങ്ങനെ സ്പീഡൊന്നും പോകാത്ത ആളാണ്. ഞാൻ ഈ യൂട്യൂബ് വീഡിയോ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയില്ല. യൂട്യൂബ് വീഡിയോയിൽ എന്താണ്? ബൈക്കിൻ്റെ റിലേറ്റഡ് വീഡിയോസൊക്കെ തന്നെ. പിന്നെ ഷോപ്പുണ്ട്, പാരപ്പള്ളിത്തന്നെ ഷോപ്പുണ്ട്. ബൈക്കിൻ്റെ ഹെൽമെറ്റ് ഷോപ്പുണ്ട്, ഹെൽമെറ്റ് വർക്ക്ഷോപ്പ്, സ്റ്റിക്കറൊക്കെ അങ്ങനെ ഷോപ്പുണ്ട്. ഞാൻ അങ്ങനെ റോങ് ആയിട്ട് പോകുന്നൊന്നുമില്ല. ഈ അവർ അവയർനെസ് പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. ഗായ്സ്, അപ്പം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളിട്ട വീഡിയോ എല്ലാം ഡിലീറ്റ് ആക്കിപ്പിച്ച് SI വന്നിട്ട്. പക്ഷേ ഇവിടുത്തെ പോലീസുകാരെല്ലാം ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിച്ചിരിക്കുകയാണ് ഇവരെ സ്വഭാവമൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട്. പക്ഷേ പാലോട് പോലീസ് സ്റ്റേഷൻ അടിപൊളിയായിരുന്നു. SI ഇത്തിരി കലിപ്പായിരുന്നു. പക്ഷേ ചൂടായി. പക്ഷേ പുള്ളി ആ ചൂടാവണമല്ലോ. പക്ഷേ നല്ല സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഇവിടെ നിന്നത്. റെസ്പെക്റ്റ് പോലീസ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ നിന്ന് ഇറങ്ങി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പോന്ന് നോക്കി പറഞ്ഞുതരാം. അപ്പോൾ കാശ് തിരിച്ചപ്പോൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ റിമൂവ് ആക്കി. അതെന്തായാലും ഇവിടുത്തെ സംസാരിക്കുമ്പോൾ എന്തായാലും റിമൂവ് ആക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കേസ് കൊടുത്തിരിക്കുന്ന പുള്ളിയുടെ ഫേസ് കാണിച്ചതും പറഞ്ഞാൽ കേട്ടോ കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ അനുവാദം ഇല്ലാതെ പുള്ളിയുടെ വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ആക്കിയതും പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത്. അല്ലാതെ തട്ടിയെ പറ്റിയതൊന്നും അല്ല, അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. പുള്ളിയുടെ ഭാഗത്തൊരു തെറ്റ്. അപ്പോൾ എന്തായാലും അതെന്താണ് സ്വാഭാവികം. എന്തായാലും പോലീസ് സ്റ്റേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അവർ ചെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലൊക്കെ എടുത്ത് നോക്കി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അങ്ങനെ കമ്പനി ആയിട്ടാണ് നമ്മൾ ഭയങ്കര എന്താണ് ഒരു ടെൻഷനില്ലാത്ത രീതിയിലാണ് കേട്ടോ നിന്നത്. SI വന്നാലും കുറച്ച് കലിപ്പായി. പക്ഷേ എന്നാലും അവസാനം പുള്ളി പറഞ്ഞ് കാര്യം മനസ്സിലാക്കി തന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വിടണേ ഇതാ. എന്തായാലും അപ്പോൾ സംഭവം സോൾവായി. അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും CCTV ഫുട്ടേജും കൂടെ കിട്ടണമായിരുന്നു. അത് കിട്ടിയില്ല. ആ അപ്പൂപ്പനൊന്ന് വിളിച്ച് നോക്കണം, അത് ഇങ്ങനെയെങ്കിലും നോക്കിക്കാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം.
ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളത്. തിരിച്ചതാ നമ്മളെ പുൽച്ചാട്ടിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ആ ചടയമംഗലത്താണ് നിൽക്കുന്നത്. അതാണ് ചടയമംഗലം പാറ. അപ്പോൾ ഇത്ര അടുത്ത് വന്നിട്ട് ഞാൻ ഇതുവരെയും പോകാത്തൊരു സ്ഥലം എന്താ എഴുതാൻ കേട്ടോ, ചടയമംഗലം പാറ. അപ്പോൾ ഒരു ദിവസം നമ്മളെ പുൽച്ചാടിയെ കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങോട്ട് നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് മുകളിൽ കാണാൻ പറ്റും നമ്മൾ ജഡായു ശില്പത്തിൻ്റെ ആ ഒരു അറ്റമൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതുവഴി കയറി പോകാൻ പറ്റും. ഇതുവഴി എൻ്റെ വീടിൻ്റെ തൊട്ട് ബേക്കുന്ന അതിൻ്റെ അതുവഴി കയറാൻ കഴിയുമോ അല്ലേ? എളുപ്പം. ഓക്കെ, അപ്പോൾ ചടയമംഗലം പാറയുടെ തൊട്ടടുത്താണ് പുൽച്ചാടിയുടെ വീട്. ആർക്കെങ്കിലും വല്ല കൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അത് തിരക്കിയാൽ മതി. അപ്പം നമ്മുടെ വീഡിയോയുടെ ഭാഗങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു കിടിലം ഐഡിയയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.